നമസ്കാരം, വെൽക്കം ടു ഗ്രോ ടോക്സ്. കാലങ്ങളായിട്ട് നമ്മളെ പറഞ്ഞു പരിചരിക്കുന്ന ഒരു വാചകമുണ്ട്. എന്താണെന്നറിയോ? ഒരുപാട് സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ ഇന്ന് പല സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും പൂർണ്ണമായിട്ടും മടിയന്മാരാണ്. ഇത് ഞാൻ പറയുന്നല്ല, ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി മിസ്റ്റർ ജോഫർ പറയുന്നതാണ്. മടിയനാകാൻ, അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള മടിയനാകാനുള്ള ഒരു സ്കൂൾ നടത്തുകയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം, എന്താണ് ഈ മടിയനാകുന്നതിന്റെ പിന്നിലുള്ള തിയറി എന്താണ്? എങ്ങനെയാണ് ഈ മടിയന്മാര് സക്സസ്ഫുൾ ആകുന്നത്? അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകാനായിട്ടൊരു മടിയനാകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ജോഫറിലേക്ക്. ഹായ് ജോഫർ, വെൽക്കം. മടിയന്മാരുടെ സ്കൂൾ അല്ലെ? എന്താണ് ഈ മടിയുടെ തിയറി? എന്താണ് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ പലപ്പോഴും മടിയന്മാരാണെന്ന് പറയുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചില്ല അതിന് മുമ്പ്. നമ്മള് ജോലിക്ക് പോകണില്ലേ? ജോലിക്ക് പോകും, നമ്മൾ ബിസിനസ് നടത്തും. അപ്പൊ നമ്മൾ ആദ്യം ജോലിക്ക് സാലറി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? അടുത്ത സ്ഥാപനത്തിൽ ചാടണം. വേണോ? ആലോചിക്കുക. ഇപ്പൊ നമ്മള് കണ്ടിട്ടുള്ള ആളുകൾ അങ്ങനെ പറയാം. അതായത് 20,000 30,000 സാലറിയിൽ ആള് ചുരുങ്ങുന്നു. പിന്നെ നമ്മളെ എക്സ്പീരിയൻസ് കാണിച്ചിട്ടല്ലേ എന്താ? പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, സാലറി കൂട്ടാൻ വേണ്ടി മറ്റൊരു ജോലിയിലേക്ക് പോകും. അപ്പൊ 2 വർഷം കഴിഞ്ഞ് അടുത്ത ജോലിക്ക് പോകും. അത് കഴിഞ്ഞ് അടുത്ത ജോലി കിട്ടണമെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നല്ലേ ചോദിക്കുന്നത് ആണ്. അപ്പൊ അടുത്ത കമ്പനി ചോദിക്കും. ഇങ്ങനെ നമ്മള് കാലഘട്ടത്തിനുള്ളിൽ 10, 40, 50 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും അയാള് ഓക്കെ ആയ ഒരാളാവുന്നത്. അതായത് 7 കമ്പനിയിൽ വർക്ക് ചെയ്തു, 6 കമ്പനിയിൽ വർക്ക് ചെയ്തു, നിങ്ങൾക്ക് നല്ല സാലറി കിട്ടാനുള്ള ആളായി. അത് സാധാരണ വ്യക്തികൾക്ക് നടക്കുന്ന ഒരു കാര്യം അല്ലെ? അപ്പോ എന്താ പറയുന്ന ക്രൈറ്റീരിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 7 കമ്പനിയിൽ വർക്ക് ചെയ്തു എന്നുള്ളല്ലേ ക്രൈറ്റീരിയ? എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത്. എക്സ്പീരിയൻസ്. ഈ എക്സ്പീരിയൻസിന് ചുരുക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞ നമ്മൾ ഈ മടിയന്മാരെ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംരംഭത്തിനും ഇത് തന്നെയുണ്ട്. നമ്മള് കുറച്ച് കാലം മുമ്പ്, 5-6 വർഷം മുമ്പൊക്കെ, കോവിഡിനൊക്കെ മുമ്പ് നമുക്ക് യൂണിക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. പിന്നീടുള്ള ഓരോ വർഷം 20, 25, 17, 18 ഓരോ വർഷം യൂണിക്കോൺസ് ഉണ്ടാവുന്നത്. അപ്പോ നിയമാരുണ്ടാക്കിയ നമ്മൾ ആരോരുത്തരും ഉണ്ടാക്കിയതല്ലേ. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു പണിയെടുക്കാത്തത് കൊണ്ടും പണിയെടുക്കാണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും ഞാനൊരു മടിയനാവാനുള്ള ഒരു സ്കൂൾ അങ്ങോട്ട് തുടങ്ങി. ആ സ്കൂളിൽ കുറെ പേരുണ്ട്. അത് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ള ആളുകളുണ്ട്. ഇസ്രായേലിലേക്ക് ഡോം അയക്കും അല്ലേ? ഈ ഡോം അയക്കുന്നത് പ്രതിരോധിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അവരടക്കം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇവര് മടിയനാകാൻ വേണ്ടിയിട്ടാണോ വരുന്നത്? അവർ മടിയനാകാൻ വേണ്ടി. അതും മടിയനാകുമ്പോൾ അവർക്ക് സക്സസ് ആകാം എന്ന് പറയുന്ന ഒരു വാചകത്തിനെ കണ്ടിട്ടാണോ വരുന്നത്? ഞാൻ സക്സസ് എന്ന് പറയാനല്ലേ, സക്സസ് ഒക്കെ ആളുകൾക്ക് അനുസരിച്ച് മാറും. ഒരാൾക്ക് നല്ല പണി എടുക്കുന്നതാണ് സക്സസ് എന്ന് പറഞ്ഞാൽ അതെങ്കിലും പണിയെടുക്കണം. നമ്മള് അയാൾക്ക് പണിയെടുക്കണം. ഒരാൾക്ക് എല്ലാ ദിവസവും കാന ഓർന്നവർക്ക് ഏറ്റവും ഇഷ്ടം ഹാപ്പിനെസ്. നമുക്ക് തിരുത്താൻ പറ്റുമോ? അപ്പൊ ഈ മടിയനാവുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്, അത് ഏത് ടൈപ്പ് ഓഫ് പീപ്പിളിനാണ് അപ്ലൈ? അതെങ്ങനെയാന്ന് വെച്ചാല് ഞാൻ വിചാരിക്കുന്നത്, നമ്മള് ഹിമാലയത്തിന് മുകളിൽ കയറിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കും, നിങ്ങൾക്കൊരു 1000 മീറ്റർ ഒരു പരിപാടി ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്, വരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പാടില്ല അയാളോട്. കാരണം അയാൾ എന്താണ്? ഹിമാലയം കയറിയ ആളാണ്. അപ്പൊ ഹിമാലയത്തിലേക്ക് കയറ്റം എത്രയും പെട്ടെന്ന് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഒരു പ്രാവശ്യം കയറുക, അതിനുശേഷം മടി പിടിച്ചിരിക്കുക. ആ കയറിയത് ഒരു പ്രിവിലേജ് ആണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഉള്ള പരിപാടിയല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ വീണ്ടും ഈ കയറുക എന്ന് പറയുമ്പോ അത് വീണ്ടും ഹാർഡ് വർക്ക് ആയില്ലേ? അതാണ് പറയുന്നത്. ഇപ്പൊ ചോദിച്ചില്ലേ അതൊരു ഹാർഡ് വർക്ക് ആയി എന്ന് പറഞ്ഞില്ലേ? ഈ 2 വർഷം കഴിഞ്ഞ് കമ്പനി ചാടണോ, 3 വർഷം കമ്പനി ചാടണോ, അടുത്ത് ചാടണോ, ഈ കാലയളവില്ലേ, ഈ കാലയളവിനെ ചുരുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ജമ്പിങ്ങിന്റെ ബേസിക്കലി അച്ചീവ്മെന്റിന്റെ ടെന്യൂർ കുറയ്ക്കുക, കുറഞ്ഞ ടൈമിൽ കൂടുതൽ അച്ചീവ് ചെയ്യുക. ഇതിപ്പോ എന്നെ സംബന്ധിച്ച് എന്റെ 28കളിലും 29കളിലും എനിക്ക് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് മാക്സിമം ഒരു 2 വർഷം, നമ്മളൊരു 18 മുതൽ 20 വയസ്സ് വരേക്കും പണിയെടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഒരു ദിവസത്തിൽ 1-2 മണിക്കൂർ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ ഞാൻ വാശി പിടിക്കണമെന്നില്ല, ഇത് താല്പര്യമുള്ളവർക്ക് മതി. ബാക്കിയുള്ള പണിയെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതൊരു 5% 6% ആളുകൾക്ക് ആഗ്രഹം ഉണ്ട് ഇങ്ങനെ ജീവിക്കാൻ. അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് ക്ലാരിറ്റി കൊണ്ടുവരട്ടെ. അതായത് മടിയനാകാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് പണിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പണിയെടുത്താൽ മാത്രമാണ് സന്തോഷം കിട്ടുന്നത്. അവരെ നമുക്ക് മാറ്റി നിർത്താം. അവരെ നമുക്ക് മടിയന്മാരാക്കാൻ പറ്റില്ല. കാരണം മടിയുടെ ഡെഫിനിഷൻ പണിയെടുക്കില്ല എന്നുള്ളതാണ്. അതെ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന മടി കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. ഒരിക്കൽ പ്രൂവ് ചെയ്തതിനു ശേഷം മടി പിടിക്കുക എന്നുള്ളതാണ്. അല്ലെ? അപ്പൊ അതായത് സമയം കുറയ്ക്കണം. മടിയനാകാൻ വേണ്ടിയിട്ട് എത്തുന്ന സമയം പെട്ടെന്നാക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ എത്രയും പെട്ടെന്ന് ലൈഫിൽ സക്സസ്ഫുൾ ആകണം. അല്ല, സക്സസ് അല്ല, നമ്മൾ ഏതെങ്കിലും ഒരു പ്രോസസ്സിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രോസസ് എക്സ്പേർട്ട് ആവും. എത്രയും പെട്ടെന്ന്